ചിക്കമംഗളൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതാവുകയും തുടർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്ത ശ്രീനദിയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണത്തിൽ അസ്വാഭാവികതയില്ല. തലയുടെ വലതുഭാഗത്തേറ്റ പരിക്കാണ് മരണകാരണമെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ. ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണ്. പരിക്കുകൾ വീഴ്ചയിൽ സംഭവിച്ചതാണെന്നും മരണത്തിൽ മറ്റ് അസ്വാഭാവികതകളില്ലെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ ശ്രീനന്ദയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചു പൊതുദർശനത്തിന് വെച്ചു. 10:30 വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ലക്കിടി തിരുവില്ലാമല ഐവർ മഠത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ചിക്മംഗ്ലൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ ശ്രീനന്ദയെ ഏപ്രിൽ 10 വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് 1500 അടി താഴെ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. തെർമൽ ഡ്രോണിന്റെ മോണിറ്ററിലാണ് മൃതദേഹം പതിഞ്ഞത്. മലയടിവാരത്ത് നിന്ന് മുകളിലേക്ക് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്താനായത്. കർണാടക പോലീസിന്റെ ഫോറൻസിക് വിദഗ്ധരും മറ്റുദ്യോഗസ്ഥരും ശ്രീനന്ദയുടെ അച്ഛന്റെ സാന്നിധ്യത്തിൽ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വിശദമായ പരിശോധന നടത്തിയിരുന്നു. കുട്ടി എങ്ങനെ ഇവിടെ എത്തിയെന്നത് സംബന്ധിച്ച് ദുരൂഹത തുടരുകയാണ്. അബദ്ധത്തിൽ കുട്ടി ഇവിടേക്ക് വീഴാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ആരെങ്കിലും അപായപ്പെടുത്തി ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടതാകാമെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഈ ആരോപണം ഗൗരവമായി പരിശോധിക്കുമെന്നും ഒരു സാധ്യതയും തള്ളിക്കളയില്ലെന്നും ചിക്മംഗളൂരു ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. ചെങ്കുത്തായ മലയുടെ ഉള്ളിലേക്കുള്ള ഒരു ഭാഗത്തായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. 10ാം ക്ലാസ് പരീക്ഷ പൂർത്തിയാക്കി കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കുമൊപ്പം എത്തിയതായിരുന്നു കടമ്പഴിപ്പുറം സ്വദേശി രമേശിന്റെയും രോഹിണിയുടെയും മകളായ ശ്രീനന്ദ. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.